Good afternoon. Good evening ആയില്ലേ? Good evening. മിസ് പറയുന്ന സൗണ്ട് ഇല്ല. ഇപ്പൊ ശരിയായോ? ഓക്കെ. മഴയില്ലേ നിങ്ങളെ നാട്ടില്? നല്ല മഴയല്ലേ? ഒരേ മഴ അല്ലേ? തണുപ്പ് പിടിച്ചോയോ? ഉറങ്ങായിരുന്നു എല്ലാരും മഴയായതുകൊണ്ട്? തണുപ്പുണ്ട്. അതെയാ, എല്ലാവരും എന്നിട്ട് ഉറങ്ങുകയാണോ? നല്ല സുഖം തന്നെ അല്ലേ? മഴയായതുകൊണ്ട് സ്കൂളിൽ പോവും വേണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാം അല്ലേ? എല്ലാരും റെഡിയായോ? ഇനിയും കുറച്ചു പേരും കൂടി വരാനുണ്ടല്ലോ. ടെക്സ്റ്റ് നോട്ടിലൊന്ന് റെഡിയാക്കി വെക്ക്. ടെക്സ്റ്റ് നോട്ട് ഇപ്പൊ എഴുതുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ? മിസ് നോട്ട് അയച്ചു തരാം, അത് നോക്കിയിട്ട് എഴുതിയിട്ട് അയച്ചു തന്നാൽ മതി. ടെക്സ്റ്റ് ക്ലിയർ ആയി മുന്നിലെടുത്ത് വെക്കുക. റെഡിയാണോ എല്ലാവരും? ഓ, എന്താ എല്ലാരും റെഡി ആയോ? ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഡി ആയോ? യെസ്, ഓക്കെ. ജസ്റ്റിസ് ജോസ് എന്താ എഴുതുന്നേ? ഒന്നുമില്ല, വെറുതെ നോക്കിയതാ. അശ്വിൻ ഉണ്ടല്ലോ, ആതിര ഉണ്ട്, ഹരിനന്ദ് പ്രസന്റ്, ജസ്റ്റിസ് ജോസ് ഓക്കെ, ഹെവൻ ഓക്കെ, മുഹമ്മദ് ഷാനിഫ്, നിജാദ്, ശ്രീ വിഷ്ണു, സുഭാഷ് ഓക്കെ, നിർമ്മൽ, അവരെല്ലാം എവിടെ പോയി? കുറച്ചു പേരെ കാണുന്നില്ല, അവര് മുങ്ങിയ മഴയത്ത്. മിസ് ഹെവനെ വിളിച്ചായിരുന്നോ? ആ, ഹേവനെ വിളിച്ചു. പ്രസന്റ് ഇട്ടോ? ഓക്കെ, മിസ് പറയട്ടെ എന്നാലേ, ശ്രദ്ധിക്കോ നിങ്ങള്? ഏതാണ് നേരത്തെ പറഞ്ഞ ഭാഗത്തിന്റെ ബാക്കി? നമ്മൾ എന്താ പറഞ്ഞത് നേരത്തെ? കിസ്നെ കിസ്സേ കഹ, അതാണോ ഇനി പറയേണ്ടത്? മിസ് അത് എഴുതിയിട്ട് ഞാൻ ഗ്രൂപ്പിലിട്ട് തരും, അത് നോക്കിയിട്ട് എഴുതണേ. രണ്ടാമത്തേതില് എന്താണ്? ഓപ്പോസിറ്റ് വേർഡാണോ ഇനി പറയേണ്ടത്? ഇനി ഏതാണ് പറയേണ്ടത്? ഓപ്പോസിറ്റ് വേർഡ് നാലാമത്തെ ആണോ? മിസ് എഴുതി തന്നായിരുന്നു അല്ലേ? അത് എന്നിട്ട് നിങ്ങളൊന്ന് എനിക്കൊന്ന് ഗ്രൂപ്പിലിട്ട് തരുമോ എഴുതിയത്? യെസ്. അതില് പിന്നെ ആ ഓപ്പോസിറ്റ് വേർഡില് നിങ്ങൾ എഴുതിയ, ഞാൻ നേരത്തെ എനിക്ക് ആരോ ഗ്രൂപ്പിലിട്ട് തന്നു, അതില് ഒന്ന് മാറ്റാനുണ്ട്. വിശേഷന്നില്ലേ? വിശേഷന്നുള്ളത് കണ്ടോ? സജ്ജൻ എന്ന് പറഞ്ഞാൽ ദുർജൻ, ഇധർ ഉധർ, ഉധർ ഓർന ചടന, ആകെ പീച്ചെ, പിന്നെ നെക്സ്റ്റ് ഭാഗത്ത് വരുന്നത് ചോട്ട ബട, യഹാം വഹാം. പിന്നെ വിശേഷം കണ്ടോ? അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് നിങ്ങൾ എഴുതിയത് അവിശേഷം അങ്ങനാണെന്നല്ലേ? ആ വിശേഷം അങ്ങനല്ലേ എഴുതിട്ട് കാണുന്നത്?
വിശേഷ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താ നിങ്ങൾ എഴുതിയത്? അതൊന്ന് മാറ്റുക. വിശേഷ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സാമാന്യ എന്നാണ്. അതുണ്ട് സാമാന്യ. വിശേഷ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് അവിശേഷം മാറ്റിയിട്ട് എന്ത് എഴുതണം? സാമാന്യ. വിശേഷന്റെ ഓപ്പോസിറ്റ് വേർഡ് സാമാന്യ എന്നാണ്. ഷഹരി എന്ന് പറഞ്ഞ ഗ്രാമീൺ. അത് ക്ലിയർ ആണ്. ഓക്കെ. എഴുതിട്ടേ ഇല്ലേ? മാത്രം എഴുതിയില്ല. ഇല്ല, ബാക്കിയെല്ലാം എഴുതിയിട്ടുണ്ടോ? മിസ് മിസ് നിങ്ങൾ എഴുതിയാലും എഴുതിയില്ലെങ്കിൽ മിസ് ഞാൻ എന്തായാലും അത് ഗ്രൂപ്പിൽ ഇട്ട് തരും. നിങ്ങൾ എന്ത് ചെയ്യണം? അത് നോക്കിയിട്ട് ഒന്ന് വീണ്ടും എഴുതിയിട്ടില്ലെങ്കിൽ എഴുതാത്തവര് എഴുതി അയച്ചു തരിക. എഴുതിയവർ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ട് അയച്ചു തരിക. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് അതിന്റെ ആ പേജിൽ ലാസ്റ്റ് നോക്ക്. ഔർ ലഗാക്കർ വാക്യ ജോഡിയെ. 2 സെന്റൻസ് തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്? ഔർ കൂട്ടിച്ചേർത്തിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. 2 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഔർ ലഗാക്കർ വാക്യ ജോഡി എന്ന് പറഞ്ഞാല് ഔർ ചേർത്തിട്ട് വാക്യം കൂട്ടിച്ചേർക്കുക. സെന്റൻസ് 2 എണ്ണം കൂടി കൂട്ടി ബന്ധിക്കുക. അതിന് നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരാം. ഔർ ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് സെന്റൻസ് കഴിഞ്ഞ ഉടനെ വരുന്ന ഫുൾ സ്റ്റോപ്പ് കളയുക. അതിനു പകരം ഔർ ചേർത്താൽ മതി. ബാക്കി രണ്ടാമത്തെ സെന്റൻസ് എഴുതുക. വേറെ ഒന്നും മാറ്റാനില്ല കേട്ടോ. ഔർ സെന്റൻസിൽ ഔർ ചേർക്കാൻ വേണ്ടി ചോദിച്ചാല് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സെന്റൻസിന്റെ ആ സെന്റൻസ് കഴിഞ്ഞ ഉടനെ അവസാനിക്കുന്നിടത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലോ. നമ്മൾ മലയാളത്തിൽ ഡോട്ട് ഇടുന്നതിന് പകരം ഒരു വര ഇടുന്നില്ലേ? ആ ഫുൾ സ്റ്റോപ്പ് കളഞ്ഞിട്ട് പകരം അവിടെ ഔർ ചേർത്തിട്ട് രണ്ടാമത്തെ സെന്റൻസും കൂടി കൂട്ടി എഴുതുക. അങ്ങനെയാണ് 2 സെന്റൻസ് തന്നിട്ട് ഔർ ചേർക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു മിനിറ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വഹ് വ്യക്തി ഹഡ്ബഡാക്കർ ഉഠാ. വഹ് വ്യക്തി ഹഡ്ബഡാക്കർ ഉഠാ. സെക്കൻഡ് ഇത് എന്താണ് സെന്റൻസ്? വിദ്യാസാഗർ കെ ചരണോമേ ഗിർപടാ. അത് 2 സെന്റൻസും കൂടി ഒന്നിച്ചാകുമ്പോ എന്ത് വരും? വഹ് വ്യക്തി ഹഡ്ബഡാക്കർ ഉഠാ ഔർ വിദ്യാസാഗർ കെ ചരണോമേ ഗിർപടാ. വേറൊന്നും ചിന്തിക്കാനില്ല. ഫുൾ സ്റ്റോപ്പ് കളിയാ, പകരം ഔർ ചേർക്കുക, രണ്ടാമത്തെ സെന്റൻസ് ചേർക്കുക. ക്ലിയർ ആയോ? യെസ്. രണ്ടാമത് ഏക് ഘർ മേ പഹുഞ്ച് കർ ഉസ് വ്യക്തിനെ സാമാൻ രഖ. ഷഹരി ബാബുക്ക് ഏക് കുർസി പർ ബൈഠ്നെ കോ കഹ. അതിന്റെ ആൻസർ എന്ത് വരും? ഏക് ഘർ മേ പഹുഞ്ച് കർ ഉസ് വ്യക്തിനെ സാമാൻ രഖ ഔർ ഷഹരി ബാബുക്കോ ഏക് കുർസി പർ ബൈഠ്നെ കോ കഹ. ഓക്കെ. ഒന്നുമില്ല, 2 സെന്റൻസിന്റെ നടുവിലായിട്ട് എന്ത് ചേർത്താൽ മതി? ഫുൾ സ്റ്റോപ്പിന് പകരമായിട്ട് ഔർ ചേർത്താൽ മതി. ട്രിക്ക് പറയുമ്പോ ക്ലാസ് കട്ടായി പോയി മിസ്, അത് കേട്ടില്ല. ഒന്നും കൂടി ട്രിക്ക് പറഞ്ഞിരുന്നോ? 2 സെന്റൻസ് തന്നിട്ട് ഔർ ചേർക്കാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമില്ല. ഫസ്റ്റ് സെന്റൻസ് എഴുതുക. അതിനുശേഷം ലാസ്റ്റ് വരുന്ന ഫുൾ സ്റ്റോപ്പ്, ഒന്നാമത്തെ സെന്റൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ലേ? മലയാളത്തിൽ ഡോട്ട് ഇട്ട് വെക്കും, ഹിന്ദിയിൽ ഒരു വര ഇട്ട് വെക്കുന്നുണ്ടല്ലോ. ആ വര മാറ്റുക. അത് പിന്നെ രണ്ടാമത് ഔർ ചേർക്കുമ്പോൾ എഴുതാൻ പാടില്ല, ആ വര ഇടാൻ പാടില്ല, ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. പകരം അതിനു പകരം നമ്മൾ എന്ത് ചേർക്കണം? ഔർ ചേർത്തിട്ട് രണ്ടാമത്തെ സെന്റൻസും കൂടി കൂട്ടിച്ചേർക്കുക. അപ്പൊ ക്ലിയർ ആയി. ഔർ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. കാരണം 2 സെന്റൻസിന്റെ നടുവിലായിട്ട് ഫുൾ സ്റ്റോപ്പ് കളയുക. അത് എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ ഔർ ചേർത്തിട്ട് 2 സെന്റൻസും കൂടി ബന്ധിപ്പിക്കാനാണ് പറയുന്നത്. ക്ലിയർ ആയോ ജസ്റ്റസ്? ഓക്കെ. അതുപോലെ തന്നെ മൂന്നാമത്തത് മേം ആപ്കാ സാമാൻ ലിയേ ചൽത്താ ഹും ആപ്കോ ഉൻസെ മിലാ ഭി ദേത്താ ഹും. അപ്പൊ അവിടെ എന്താണ് വേണ്ടത്?
മേം ആപ്കാ സാമാൻ ലിയേ ചൽത്താ ഹൂം കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് കളയാ, പകരം അവിടെ ഔർ ചേർത്തു. ആപ്കോ ഉൻസെ മിലാ ഭി ദേത്താ ഹൂം. ഒറ്റ സെന്റൻസ് ആയി. രണ്ട് സെന്റൻസിനെ ബന്ധിപ്പിക്കുന്ന, അതിനെ യോജക ശബ്ദം എന്നാണ് പറയാ, യോജിപ്പിക്കുന്ന ശബ്ദം ഔർ. അതുപോലെ നാലാമത്തത് ഹരി ഝണ്ഡി ഹോ ഗയി ഹേ ഗാഡി ചൽനെ ഹി വാലി ഹേ. അപ്പൊ അവിടെ എന്ത് വരും? ഹരി ഝണ്ഡി ഹോ ഗയി ഹേ ഔർ, പിന്നെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. ഔർ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഏറ്റവും അവസാനം. ഔർ ഗാഡി ചൽനെ ഹി വാലി ഹേ. ഓക്കെ. നെക്സ്റ്റ്, नीचे दिए गए वाक्यों में विराम चिन्ह लगाइए. താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദങ്ങൾക്ക് വേണ്ട വിരാമ ചിഹ്നങ്ങൾ ഉപയോഗിക്കണം. എന്താണ് വിരാമ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയോ? വിരാമ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാല് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആവാം. ഇപ്പൊ ഒരാളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, നമ്മൾ അവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കും. അല്ല, ഒരു ആൻസർ പറയുകയാണ്, നമ്മൾ അതിന് പകരം ഏറ്റവും അവസാനം എന്ത് ചേർക്കും? ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കും. അപ്പൊ അങ്ങനെയുള്ള ചിഹ്നങ്ങൾ വേണ്ടടുത്ത് ഉപയോഗിക്കാനാണ് അവർ പറഞ്ഞത് വിരാമ ചിഹ്നം. നീച്ചേ ദിയേ വാക്യോമേ വിരാമ ചിഹ്ന ലഗായിയേ. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിന് വേണ്ടുന്ന ഉചിതമായ വിരാമ ചിഹ്നങ്ങൾ ചേർക്കുക. വിരാമ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാല് ഫുൾ സ്റ്റോപ്പ് ആകാം, ക്വസ്റ്റ്യൻ ടാഗ് ആവാം, അങ്ങനെ എന്തും ഏതാണോ ചേർക്കാൻ യോജിച്ചത് അത്. ഇവിടെ നോക്കുക, ഒന്നാമത്തത് एक बार एक सज्जन शहर से गांव की ओर चले. एक बार एक सज्जन शहर से गांव की ओर चले. അവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണോ വേണ്ടത്, അല്ല ഫുൾ സ്റ്റോപ്പ് ആണോ വേണ്ടത്? ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ഓക്കെ, നല്ല മക്കള്. ഫുൾ സ്റ്റോപ്പ് ആണ് അവിടെ വേണ്ടത്. ഫുൾ സ്റ്റോപ്പ്, ഒരു വര അങ്ങനെ ഇടുക. രണ്ടാമത്തത് ക്യാ तुम सामान उड़ाकर ले चलोगे? क्वेश्चन मार्क. क्वेश्चन मार्क. ओके, क्वेश्चन मार्क. ओके, वेरी गुड. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക്. മൂന്നാമത് मैं यहाँ एक विशेष व्यक्ति से मिलने आया हूँ. ഞാൻ ഇവിടെ ഒരു പ്രശസ്തനായ വ്യക്തിയെ കാണാൻ വന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ്. ഓക്കെ. क्या तुम उसे जानते हो? എന്താ നിനക്ക് അവനെ അറിയോ? ആശ്ചര്യചിഹ്നം. क्या तुम उसे जानते हो? ആശ്ചര്യചിഹ്നം. ടെക്സ്റ്റ് നോക്കിയായിരുന്നോ നിങ്ങള്? ആശ്ചര്യചിഹ്നം തന്നെയാണോ? നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഉറപ്പാണോ? എങ്കിലോ ഓക്കെ. മിസ്സിന് ടെക്സ്റ്റ് ബുക്ക് ഇന്നാണ് തന്നത്, അപ്പൊ മിസ് അത് നോക്കി വെച്ചിട്ടില്ലായിരുന്നു. അടുത്തത് അരേ ആപ് യഹാ കബ് ആയേ? ആശ്ചര്യചിഹ്നം. അതും ആശ്ചര്യചിഹ്നം എന്നാ പറഞ്ഞത്. ആശ്ചര്യചിഹ്നം. അത് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നില്ല ആശ്ചര്യം വരുന്നതാണ്. അരേന്ന് ചേർത്താൽ എന്തായാലും ആശ്ചര്യാണ്. അരേ ആപ് യഹാ കബ് ആയേ. അടുത്ത ഛീ വഹ് അപ്നാ സാമാൻ ഭി നഹീ മുടാ സക്താ. ആശ്ചര്യചിഹ്നം ഫുൾ സ്റ്റോപ്പും. ആശ്ചര്യചിഹ്നം ഫുൾ സ്റ്റോപ്പും. ആശ്ചര്യചിഹ്നം ഫുൾ സ്റ്റോപ്പും. ഓക്കെ. നെക്സ്റ്റ്, नीचे दिए गए शब्दों की वर्तनी शुद्ध कीजिए. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ പഠിച്ചതാവാം, പക്ഷേ അതിൽ എന്തോ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട്. അത് ശുദ്ധമാക്കി തെറ്റ് തിരുത്തി എഴുതാൻ. കറക്റ്റ് ദി സ്പെല്ലിംഗ് ഓഫ് ഫോളോവിംഗ് വേർഡ്സ്. സജൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് എന്താ വേണ്ടത്? സജ്ജൻ. സജന് രണ്ട് ജാ വേണം. രണ്ട് ജാ വേണം. സജ്ജൻ ആണ്. ഓക്കെ. അതുപോലെ ഡിഭ എന്നാണ്. നമുക്ക് എന്താ വേണ്ടത്? ഡിബ. എന്താണ്? ഡിബ. വള്ളിപ്രാവ്. വള്ളി മുന്നിലുണ്ട് അല്ലേ? ഹ്രസ്വം എന്നാ പറയണ്ടത്. ഹ്രസ്വമാണ് നമുക്ക് വേണ്ടത്, ദീർഘത്തിലല്ല വേണ്ടത് വള്ളി. ഡിബ. അതുപോലെ കൂലി എന്നാണ്. എന്താണ് വേണ്ടത്? പുലി. കൂ വേണ്ട അല്ലെ? മിസ് നമ്മള് മിസ് ഇതെല്ലാം മിസ് ഗ്രൂപ്പിലിടോ? ഗ്രൂപ്പിലിട്ട് തരും മക്കളെ. അത് നോക്കി തെറ്റ് തിരുത്തിയാ മതി, ശ്രദ്ധിച്ച് എഴുതിയാൽ മതി. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് എനിക്ക് പിന്നെ വീണ്ടും എല്ലാം തെറ്റ് തിരുത്തി തരാൻ വേണ്ടി ആവൂല. അതുകൊണ്ട് മിസ് എന്ത് ചെയ്യും? മിസ് ഒരു നോട്ട് ആക്കി ടെക്സ്റ്റിൽ തന്നെ ആൻസർ എഴുതിയിട്ട്
ഗ്രൂപ്പിൽ അയച്ചു തരും. നിങ്ങൾ അത് നോക്കിയിട്ട് എഴുതുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ച് ചോദിച്ചോളൂ, മിസ് പറഞ്ഞുതരാം. പിന്നെ അത് പറഞ്ഞ സമയത്ത് തന്നെ എഴുതി അയക്കണം. പിന്നെ ഇല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ട് ഞാൻ മിസ് അയച്ചു തരും അതിന്റെ ആൻസർ കേട്ടല്ലോ. ഗ്രൂപ്പ് ഒന്ന് നോക്കണേ. ഇന്നോ നാളെ ആയിട്ട് മിസ് അയച്ചു തരും. നിങ്ങൾ 2 ദിവസത്തിനുള്ളിലായിട്ട്, തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ 2 ദിവസം എടുത്തോളൂ എഴുതാൻ വേണ്ടിയിട്ട്. ചൊവ്വ ലാസ്റ്റ് ഡേറ്റ്. ചൊവ്വ വൈകുന്നേരത്തിനുള്ളിൽ മിസ്സിന്റെ ആ ഗ്രൂപ്പ്, നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ ഒന്ന് ഇതെല്ലാം എഴുതിയിട്ട് അയച്ചു തരിക. നിങ്ങൾ എഴുതിയവരാണെങ്കിൽ അത് വീണ്ടും മാറ്റണ്ട. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തിയാൽ മാത്രം മതി. അതുപോലെ കുലി എന്ന് പറഞ്ഞു. നാലാമത്തത് വയക്തിനാണ് കൊടുത്തത്. നമുക്ക് എന്താ വേണ്ടത്? വ്യക്തിനാണ് അല്ലെ. വാ ഫുള്ളായിട്ട് വേണ്ട, വാന്റെ പകുതിയാണ് യാ ചേർത്തിട്ട് വേണ്ടത്, വ്യക്തിനാക്കണത്. വ്യക്തി അല്ലേ. അതുപോലെ നെക്സ്റ്റ് പ്രതിജ്ഞ എന്നാണ്. അതെന്താക്കണം? പ്രതിജ്ഞ. എന്താണ് ആ വീട്? പ്രതിജ്ഞ. പ്രതിജ്ഞ എന്ന മതി. പ്രതിജ്ഞ. അതുപോലെ സമാൻ ഉള്ളത് സാമാൻ ആക്ക. സാധനം സാമാൻ. അതുപോലെ ഉത്തരിയേ, റിയേ എന്നല്ല വേണ്ട, ഉത്തരിയേ, റിയേ. ഉത്തരിയേ ഇറങ്ങിയാലും. അതുപോലെ വിശേഷ് എന്നുള്ളത് ലാസ്റ്റ് സായല്ല വേണ്ട, ഷ. വിശേഷ് അതിൽ കൊടുത്ത വിശേഷ് എന്നാണ്, സായ കൊടുത്തത്. അതിന് പകരം നമുക്ക് എന്താ വേണ്ടത്? ഷ, ഷ. പിന്നെ ചരണോം, ചർണോം എന്നാ കൊടുത്തിന്. നമുക്ക് വേണ്ട നായാണ്, ണ. ചരണോം, ചരണം എന്ന് പറഞ്ഞാൽ കാലുകളില്. അതുപോലെ ലാസ്റ്റ് ദർശൻ എന്നാണ്. അത് ശാക്കാണ് മേലെ ഈർന്നുള്ള ചിഹ്നം ഇടുന്നത്, നാക്കല്ല. ദർശൻ. അങ്ങനെയാണ് അത് എഴുതേണ്ടത്. ക്ലിയർ ആയോ? കുർസിയാ? അതേടാ കുർസിയിലത്? ആരാ കുർസി എന്ന് പറഞ്ഞതിനിടക്ക്? അടുത്ത നോക്ക്. നിമ്നലിഖിത ശബ്ദോं का वाक्यों में प्रयोग कीजिए. അത് മക്കൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റിലെ പാഠഭാഗം വായിക്കുക, എന്നിട്ട് അതിൽ ഏത് വാക്ക് വരുന്നിടത്ത് ആ സെന്റൻസ് ഒന്ന് വാക്യത്തിൽ പ്രയോഗിച്ച് എഴുതുക. മേക്ക് സെന്റൻസസ് വിത്ത് ദ ഫോളോവിങ് വേർഡ്സ്. ടെക്സ്റ്റിലുള്ള പാഠത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ തന്നെ സെന്റൻസ് തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മേക്ക് സെന്റൻസസ് വിത്ത് ദ ഫോളോവിങ് വേർഡ്സ്, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വാക്യത്തിൽ പ്രയോഗിക്കുക. ഒന്നാമത്തെ വേർഡ് പ്രതിജ്ഞ. പ്രതിജ്ഞ എന്നുള്ളതിന് നമുക്കൊന്ന് സെന്റൻസ് എഴുതാം. വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ എഴുതിയ ആ വേർഡിനെ, ആ വേർഡ് ഏത് വേർഡാണോ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് അതിന്റെ അടിയിൽ വരയിടുക കേട്ടോ. മേം പ്രതിജ്ഞ എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? മേം പ്രതിജ്ഞ കർത്താ ഹൂം കി ആജ് സേ അപ്നാ കാം സ്വയം ഹി കരൂംഗ. ഒരു സെന്റൻസ് ആയില്ലേ? ഇത് രണ്ടാമത്തേലുണ്ട് മിസ്സേ. അതെഴുതാലോ. പിന്നെ അതുപോലെ നെക്സ്റ്റ് വേർഡ് എന്താണ്? ദർശൻ. ദർശൻ നിലയിൽ നമുക്ക് എന്താണ് പാഠഭാഗത്തിലുള്ളത്? ദർശൻ നില വേർഡ് മേം തോ ആപ്കെ ദർശൻ കർക്കെ ഹി ധന്യ ഹോ ഗയാ. ഞാനാണെങ്കിൽ നിങ്ങളെ കണ്ട ഉടനെ തന്നെ ധന്യമായി, നിങ്ങളെ കണ്ട കാഴ്ചയിൽ തന്നെ എനിക്ക് എല്ലാം തൃപ്തിയായി എന്നർത്ഥം, സന്തോഷമായി. ദർശൻ. മേം തോ ആപ്കെ ദർശൻ കർക്കെ ഹി ധന്യ ഹോ ഗയാ. നെക്സ്റ്റ് എന്ന് മോനെ? ദർശന്റെ മലയാളം മീനിങ് എന്നാ? ദർശൻ കാഴ്ച, നോട്ടം. യെസ്. നെക്സ്റ്റ് ശർമിന്ദ. ശർമിന്ദ പറഞ്ഞാൽ ലജ്ജ, നാണക്കേട്. ശർമിന്ദ വരുന്ന വേർഡ് എന്താ ഉള്ളത്? ലാസ്റ്റ് പേജിലാണ് ഉണ്ടാവുക. ലാസ്റ്റ് പേജിൽ അവസാനം ആകുമ്പോഴാണ് അദ്ദേഹം പിന്നെ വീശ്വരേന്ദ്ര വിദ്യാസാഗർ എന്നാണ് മനസ്സിലാക്കിയതിന് ശേഷമാണ് തന്നെ എന്നെ वह बहुत ही शर्मिंदा होकर बोला मेरा नाम मनमोहन है. वह बहुत ही शर्मिंदा होकर बोला. അവൻ
വളരെയധികം ലജ്ജയോടുകൂടി നാണക്കേട് കൊണ്ട് പറഞ്ഞു. നമുക്കൊരു സെന്റൻസേ വേണ്ടു, അതിനെ കൊണ്ട് ഒരു സെന്റൻസ് മാത്രം കേട്ടോ. നെക്സ്റ്റ് മുസ്കുരാന, പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കുക, മുസ്കുരാന. വഹ് വ്യക്തി മുസ്കുരായ, സിമ്പിൾ ആയ സെന്റൻസ് ആണ്. വഹ് വ്യക്തി മുസ്കുരായ, ആ വ്യക്തി പുഞ്ചിരിച്ചു കേട്ടാ. അത് മിസ് പിന്നെ എഴുതരാം. അതുപോലെ ലാസ്റ്റ് വ്യക്തി എന്നുള്ള വേർഡും അത് തന്നെ എഴുതാം. വഹ് വ്യക്തി മുസ്കുരായ, അതിൽ വ്യക്തി എന്നുള്ള വേർഡും വാക്യത്തിൽ പ്രയോഗിച്ചിട്ട് രണ്ടും ഒന്ന് തന്നെ മതി. വഹ് വ്യക്തി മുസ്കുരായ എന്ന് പറഞ്ഞാൽ വ്യക്തി എന്നുള്ളതിനും വാക്യത്തിൽ പ്രയോഗത്തിനായി, മുസ്കുരാന എന്നുള്ളതിനും ഒരേ പ്രയോഗമായി. രണ്ടിനും കൂടി ഒരു സെന്റൻസ്. ഓക്കെ. ഇനി ആ പാഠഭാഗത്തിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് IACK, ലെറ്റേഴ്സ് ലേൺ. വരൂ, വന്നാലും പഠിച്ചാലും. എന്താ പഠിക്കേണ്ടത്? അവിടെ കുറച്ച് വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. വഹ്, മേം, തും, ഉനേം, ഊസ്, ആപ്പ്, ആപ്കോ, ഉൻസേ, ആപ്സേ, മുझे, സ്വയം എന്നൊക്കെ. ഇത് എന്താന്നറിയോ? ഇത് നമ്മൾ പറയല് പ്രോനൗൺ, സർവനാമം എന്ന് പറയും. പ്രോനൗൺ ഹിന്ദിയിൽ പറയല് സർവനാം, ഇംഗ്ലീഷില് പ്രോനൗൺ എന്ന് പറയും, മലയാളത്തിൽ സർവനാമം. എന്താ അങ്ങനെ സർവനാമം എന്ന് പറഞ്ഞാൽ അറിയോ? ഒരു പേരിന് പകരം ചേർക്കുന്ന വേറൊരു പുതിയ ശബ്ദമാണ് സർവനാമം അല്ലെങ്കിൽ പ്രോനൗൺ. നാമത്തിനു പകരം ചേർക്കുന്ന ശബ്ദം. ഇപ്പൊ നിങ്ങളുടെ പേര്, ഇപ്പൊ ഞാൻ എന്ന് പറയില്ലേ? ഇപ്പൊ എന്റെ പേര്, അപ്പൊ ഞാൻ ഇല്ലെങ്കിൽ എന്നെ, എനിക്ക് എന്നെല്ലാം പറയില്ലേ? നിങ്ങളുടെ, നിങ്ങൾ, താങ്കൾ, അവൻ അല്ലെങ്കിൽ അവൾ. അവൾ ശ്രദ്ധിക്കുന്നില്ല, ആതിര. അപ്പൊ അവൾ ശ്രദ്ധിക്കുന്നില്ല അല്ലെ? അപ്പൊ അങ്ങനെ അവൾ എന്ന് പറയും. നമ്മൾ ആതിരക്ക് പകരം ഉപയോഗിച്ച ഒരു വാർഡാണ് എന്ത്? അവൾ. അതുപോലെ ഹരിനന്ദിന് പകരം ഇപ്പൊ അവൻ. ജസ്റ്റസിന് പോലെ എന്താണ്? അവൻ അല്ലെങ്കിൽ നീ. അപ്പൊ അങ്ങനെ പേരിന് പകരം ചേർക്കുന്ന ശബ്ദത്തെയാണ് നമ്മൾ എന്ത് പറയാ? പ്രോനൗൺ അല്ലെങ്കിൽ സർവനാമം. പേരിന് പകരം ചേർക്കുന്ന ശബ്ദമാണ് പ്രോനൗൺ അഥവാ സർവനാമം. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകളെല്ലാം. ഏതൊക്കെ? വഹ്, മേം, തും, ഹം, അതെല്ലാം വരുന്നത് എന്താണ്? സർവനാമമാണ്. പേരിന് പകരം ചേർക്കുന്ന എല്ലാ ശബ്ദവും എന്താണ്? സർവനാമമാണ്. നമ്മൾ അതുപോലെ അത്, ഇപ്പൊ ഒരു സാധനത്തിന് നമ്മൾ പറയും എന്ത്? ജുവാന, വൈകിപ്പോയോ? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. പിന്നെ എവിടെ പോയതാ? ഒരു ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഓ അതെയാ, ഓക്കെ. ഇപ്പൊ വീട്ടിലെത്തിയോ? ഓക്കെ. മിസ് കുറച്ച് എന്താ പറയണ്ടേ, അതില് നോട്ട് എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മിസ് പറഞ്ഞത്. അത് ഞാൻ നോട്ട് ഒരു കാര്യം ചെയ്യും, നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇന്നോ നാളെ ആയിട്ട് അയച്ചു തരും. അത് നോക്കിയിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ തിരിച്ചെനിക്ക് അയച്ചു തരണം. നിങ്ങൾ എഴുതിയതാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ നോക്കുക, എന്നിട്ട് മിസ്സിന് അയച്ചു തരിക. ഓക്കെ. അപ്പൊ ഇതില് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് സർവനാമം എന്താണെന്നാണ്. പ്രോനൗൺ. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാമത്തിനു പകരം ചേർക്കുന്ന ശബ്ദത്തെയാണ് നമ്മൾ പ്രോനൗൺ അല്ലെങ്കിൽ സർവനാമം എന്ന് പറഞ്ഞത്. ഇപ്പൊ അതിന് ഉദാഹരണമായിട്ട് മലയാളത്തിൽ പറഞ്ഞത് ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ, അതുപോലെ അവൻ, അവൾ, അതുപോലെ അത്. ഇപ്പൊ ഒരു സാധനത്തിന് നമ്മൾ പറയും അത് എടുക്കൂന്ന് പറയും അല്ലെ? അത്. അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തേക്ക് ആ ഉപയോഗിക്കും. ഈ സാധനം ഈന്ന് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സർവനാമം. ഹിന്ദിയിൽ കുറച്ച് സർവനാമങ്ങൾ ഉണ്ട്. അത് ഏതൊക്കെയെന്ന് വിചാരിച്ചാല് വഹ്, വഹ് എന്ന് പറഞ്ഞാൽ അവൻ, അവൾ, അത്, ആ, 4 അർത്ഥമുണ്ട്. വേ, അവർ, അവ, അദ്ദേഹം. യഹ്, യഹ് പറഞ്ഞാല് ഇവൻ, ഇവൾ, ഇത്, ഈ, 4 അർത്ഥമുണ്ട്. യേ, ഇവർ, ഇവ, ഇദ്ദേഹം. അതുപോലെ മേം, ഞാൻ, ഹം, ഞങ്ങൾ, തൂ, നീ, തും, നിങ്ങൾ, ആപ്പ്, താങ്കൾ, പിന്നെ കോൻ, അതുപോലെ അങ്ങനെയുള്ള വരുന്നതൊക്കെ എന്താണ്? സർവനാമങ്ങളാണ്, പ്രോനൗൺ. നാമത്തിന് പകരം എന്ത് ചേർത്തോ അതാണ് പ്രോനൗൺ, സർവനാമം. ക്ലിയർ ആയോ? അപ്പൊ അതിലെ കുറച്ച് സർവനാമങ്ങൾ ഞാനിപ്പോ വായിച്ചു തന്നു അല്ലേ?
കുറച്ച് സർവനാമങ്ങൾ വായിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിന് താഴെ എന്താണ് എന്താണ് സർവനാമം എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണ്? വിശേഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. പാഠമേം ആയ ഇൻ ശബ്ദോങ്കോ പഠിയേ. പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ശബ്ദങ്ങൾ പഠിക്കുക. ഏത് ശബ്ദങ്ങൾ? മുകളിൽ കൊടുത്തിരിക്കുന്ന വഹ്, മേം, തും, ഉനേം എന്നുള്ളത്. ये शब्द संज्ञा के स्थान पर आए हैं. ഈ ശബ്ദങ്ങള് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരിന് പകരം, നൗണിന് പകരം ചേർക്കുന്നതാണ്. ഇനെ സർവനാം കഹത്തെ ഹേ. ഇതിനെയാണ് സർവനാമം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ വസ്തുക്കളുടെയോ പേരിന് പകരം ചേർക്കുന്ന ശബ്ദത്തെയാണ് നമ്മള് സർവനാമം അഥവാ പ്രോനൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? അതിൽ എന്താണ് പ്രോനൗൺ അല്ലെങ്കിൽ എന്താണ് സർവനാമം എന്ന് പഠിക്കണം എന്ന് മിസ് പറയുന്നില്ല. പകരം എന്താണ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. അത് ഏതൊക്കെയാണ്? മേം, തു, തും, വഹ്, വേ, യഹ്, യേ, ആപ്പ് ഇങ്ങനെയൊക്കെ പറയുന്ന ശബ്ദങ്ങളാണ് ഹിന്ദിയിലെ സർവനാമങ്ങൾ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ ആ പാഠഭാഗത്തിലെ വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ലെസൺ എടുക്കേ വേണ്ട. അതിപ്പോ ഇന്ന് നടക്കൂല. അപ്പൊ നിങ്ങള് എല്ലാവർക്കും അത് ഡൗട്ട് തീർന്നോ? മിസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്തോ? ജുവാനോട് തന്നെ ചോദിക്കട്ടെ. ജുവാന, ലാസ്റ്റ് പറഞ്ഞ സർവനാമം എന്താണെന്ന് മനസ്സിലാക്കിയോ മോളെ? യെസ്. ബാക്കി നോട്ട് മിസ് നോട്ട് എങ്ങനെ എഴുതേണ്ടതില്ല ചർച്ച ചെയ്തത്. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരും. 2 ദിവസത്തിനുള്ളിൽ ഗ്രൂപ്പിലിടും. അത് നോക്കിയിട്ട് ഒന്ന് എഴുതി അയച്ചതാ കേട്ടോ. ഓക്കെ. ജസ്റ്റസ് എന്താ മോനെ എഴുതുന്നേ? ഇല്ല. മിസ് പറഞ്ഞതെല്ലാം ഏകദേശം മനസ്സിലായോ? ആ പാഠഭാഗത്തില് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം എല്ലാവരും. വാഹിന്റെ മീനിങ്സ് ഒന്ന് പറഞ്ഞോ? വാഹിന്റെ മീനിങ് അവൻ, അവൾ, അത്, ആ. 4 മീനിങ് ഉണ്ട്. അവൻ, അവൾ, അത്, ആ. ഉനേം എന്നല്ല, ഉനേം എന്നാ വായിക്കേണ്ടത്. ഉനേം എന്ന് പറഞ്ഞാല് അവർക്ക് എന്നുള്ള അർത്ഥാണ്. അവർ, അത് നിങ്ങൾക്ക് എങ്ങനെന്ന് വെച്ചാല് അത് ഉനേം അതുപോലെ ഉസ്കോ എന്നെല്ലാം വരുന്നത് ഈ വഹിനോടുകൂടി വിഭക്തി പ്രത്യയം അതോടുകൂടി അതുപോലെ വേ എന്നുള്ളതിനോടുകൂടി വിഭക്തി പ്രത്യയമായ കായും കേയും കീയെല്ലാം ചേർക്കുമ്പോഴാണ് ഉൻക, ഉൻകെ, ഉൻകി എന്നെല്ലാം വരുന്നത്. അതിന് സർവനാമം വഹും വേയുമാണ്. അപ്പൊ അർത്ഥം വരുമ്പോ അവരുടെ, അവർക്ക്, അങ്ങനെ പല രീതിയിൽ അർത്ഥം വരും. കേട്ടല്ലോ? വേ പ്ലസ് കായാണ് ഉൻക, വേ പ്ലസ് കെ ആണ് ഉൻകെ. അതിന്റെ എല്ലാം അർത്ഥം എന്താണ്? അവരുടെ. വേ പ്ലസ് മേം ആണ് ഉന്മേം, അവരിൽ. അങ്ങനെ ഓരോന്നിനും ഓരോരോ അർത്ഥമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് വിഭക്തി പ്രത്യയം ചേരുമ്പോഴാണ് സർവനാമത്തിന് വ്യത്യാസം വരുന്നത്. അതിപ്പോ നിങ്ങൾക്ക് പഠിക്കാനില്ല. അത് ഞാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പറഞ്ഞുതരാം. വഹിന്റെ അർത്ഥം അവൻ, അവൾ, അത്, ആ. 4 അർത്ഥം ഉപയോഗിക്കും. വേന്റെ അർത്ഥം അവർ, അവ, അദ്ദേഹം. യഹിന്റെ അർത്ഥം തുമ്മിന്റെ അർത്ഥം നിങ്ങൾ. തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് മാത്രം, ഒരർത്ഥം മാത്രമേ അതിനുള്ളൂ, നിങ്ങൾ. മേം എന്ന് പറഞ്ഞാൽ ഞാൻ. ക്ലിയർ ആയോ? ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. അതിനെല്ലാം ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. വഹ്, വേ, യഹ്, യേ ഇതിന് മാത്രമേ 3-4 അർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. എക്സാമ്പിൾസ് ചെയ്തിട്ടില്ലേ മറ്റേ സർവനാമങ്ങള്? അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ഇപ്പുറത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഇപ്പുറത്തെയോ എന്താണ് നോക്കട്ടെ. മുജേന്നല്ലേ? മുജേ കഴിഞ്ഞിട്ട് സ്വയം. ഏതാണ്? മുജേന്നാണോ? മുജേന്ന് പറഞ്ഞാല്
മേം എന്നില്ല ഞാനില്ലേ, ഞാൻ എന്നുള്ളതിനോട് കൂടി കോ പ്രത്യയം ചേരുമ്പോഴാണ് മുജയാവുന്നത്. മുജുക്കോ എന്നുള്ളതാണ് മുജെ. അതിന് ലോപിച്ച് അതിന്റെ അർത്ഥം എനിക്ക് എന്നാണ്. മുജെ മുജേക്ക് കലം ചാക്കി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേന തരൂ എന്നാണ്. എനിക്ക് എന്നാണ് അതിന്റെ അർത്ഥം മുജെ. അത് മേം എന്നുള്ള ഞാൻ എന്നുള്ള എന്ന അർത്ഥത്തിനോട് കൂടി കോ എന്ന വിഭക്തി പ്രത്യയം ചേർന്നാൽ മുജുക്കോ എന്നാവും. ആ മുജുക്കോ എന്നത് ലോപിച്ചിട്ടാണ് എല്ലാവരും മുജെ എന്ന് പറഞ്ഞത്. മുജേന്ന് മീൻസ് അതിന്റെ അർത്ഥം എനിക്ക് തന്നെയാണ്. എനിക്ക് മുജെ മുജെ ഏതിന്റെയാ? ഉസ്സ ഉസ് പറഞ്ഞ അതന്നെ അവൻ അവൻ എന്നുള്ള അർത്ഥമുണ്ട്. വഹന്നെ അത് വഹ് വിഭക്തി പ്രത്യയവുമായി ചേരുമ്പോഴാണ് ഉസ്സായി മാറുന്നത്. അപ്പം നമ്മൾ വഹിന് എന്തൊക്കെ അർത്ഥം പഠിച്ചിട്ടുണ്ട്? അവൻ, അവൾ, അത്, ആ. ഈ നാലർത്ഥം ഏതിനു ഉപയോഗിക്കാം? ഉസിനു ചേർക്കാം. കേട്ടോ? വിഭക്തി പ്രത്യയത്തോട് ചേരുമ്പോഴാണ് വഹ് പ്ലസ് കാ വരുമ്പോ അതിന് ആൻസർ ആയിട്ട് ഉസ്ക വരും. വഹിനോട് കൂടി കെ പ്രത്യയം ചേരുമ്പോ ഉസ്കെ എന്നാവും. അപ്പൊ വിഭക്തി പ്രത്യയം ചേരുന്നതനുസരിച്ച് വഹ് എന്തായി മാറും? ഉസായി മാറും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവൻ, അവൾ, അത്, ആ. നാലർത്ഥം. ഏതർത്ഥം ഉപയോഗിക്കാം? ആപ്പ് എന്നുള്ളതിന്റെ അർത്ഥം താങ്കൾ. മിസ് ഒന്നുകൂടി ഫുള്ള് പറഞ്ഞുതരാം. വഹ് എന്നുള്ളതിന്റെ അർത്ഥം അവൻ, അവൾ, അത്, ആ. മേം എന്ന് പറഞ്ഞാൽ ഞാൻ. തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. ഉനേം എന്ന് പറഞ്ഞാൽ അവർ, അവർക്ക് എന്നുള്ള അർത്ഥം. ഉസ് ഉസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന് എന്ന് അവൻ, അവൾ, അത്, ആ. ആപ്പ് താങ്കൾ. ആപ്പ് കോ എന്ന് പറയുമ്പോ താങ്കൾക്ക്. ഉൻസെ എന്ന് പറയുമ്പോ അവരിൽ നിന്ന്. അവരിൽ നിന്ന് ബഹുവചനാണ്. അവനിൽ നിന്നല്ല, അവരിൽ നിന്ന്. ആപ്സെ എന്ന് പറയുമ്പോ താങ്കളിൽ നിന്ന്. മുജെ എന്ന് പറയുമ്പോ എനിക്ക്. സ്വയം എന്ന് പറഞ്ഞാല് തന്നെത്താൻ, സ്വയം, അപ്ന, സ്വന്തം. ഓക്കെ, ഇതാണ് സർവനാമം. അപ്പൊ ഇതൊന്ന് ക്ലിയർ ആയിട്ട് എഴുതുക. നന്നായിട്ട് നോട്ടിലേക്ക് മിസ് പറഞ്ഞ 2 ദിവസത്തിനുള്ളിൽ തന്നെ മിസ് ഗ്രൂപ്പിലിട്ട് തരാം. ഒന്ന് നീറ്റ് ആയിട്ട് എഴുതി മിസ്സിനൊന്ന് അയച്ചു തരണം. നല്ല മക്കളായിട്ട് എന്ത് ചെയ്യാ, ആ ഈശ്വരേന്ദ്ര വിദ്യാസാഗർ ലെസൺ ഒരു 2-3 പ്രാവശ്യം വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചോ. എത്ര വായിക്കുന്നുവോ അത്രയും നിങ്ങൾ ഹിന്ദി പഠിക്കും. മിസ്സിന്റെ പേരെന്താ? എന്റെ പേര് സജിത. മറന്നുപോലെ മിസ് ഫസ്റ്റ് തന്നെ ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളോട് ചോദിച്ചായിരുന്നു ഇതിന് മുന്നേ എടുത്ത മിസ്സിന്റെ പേരെന്താന്ന്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മിസ്സിന്റെ പേരറിയില്ലായിരുന്നു. നിങ്ങൾക്ക് എടുക്കുന്ന സബ്ജക്റ്റിന്റെ മിസ്സുമാരുടെ പേര് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. കാരണം ഞങ്ങളിപ്പോ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയില്ലേ. ജുവാന ആരാന്ന് മനസ്സിലായി, ആതിര ആരാന്ന് മനസ്സിലായി. ജുവാന യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം ക്ഷീണത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ ജസ്റ്റസ് ആരാന്ന് മനസ്സിലായി. ആ നിജാതെ പറഞ്ഞാലും കേട്ടിനല്ലോ. എല്ലാം എഴുതണേ, കൃത്യമായിട്ട് എഴുതുക. ഇപ്പൊ ക്ലാസ് തീരാറായി സമയം. നമ്പർ ഒന്ന് ഗ്രൂപ്പിൽ ഇടുവോ? ഗ്രൂപ്പിലുണ്ടല്ലോ മോളെ. ആ ഗ്രൂപ്പിൽ തന്നെ മിസ്സിന്റെ നമ്പർ ഉണ്ട്. വേണമെങ്കിൽ എഴുതിയെടുത്തോ. 9847 888 918 98 47 888 918. നിങ്ങളെ ഗ്രൂപ്പിൽ മിസ് ഉണ്ട് കേട്ടോ. ഇനി അഥവാ ഈ നമ്പർ സേവ് ചെയ്തോ. കാരണം എന്തെങ്കിലും ഇംഗ്ലീഷിൽ എന്തെങ്കിലും സംശയം, അല്ല സോറി, ഹിന്ദിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനെ ഒന്ന് വിളിക്കണേ. ഏത് സമയത്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. മിസ് സംശയം പറഞ്ഞു. സജിത മിസ്സേ, മിസ്സിന്റെ പേര് സജിത. നമ്പർ സേവ് ആക്കുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോഴേക്കും നല്ല മക്കളായി പഠിച്ചിട്ട് വാ കേട്ടോ. ടെക്സ്റ്റ് ഒക്കെ വായിച്ച് നല്ല മക്കളായിട്ട് വാ. ഓക്കെ, ബൈ.
മീറ്റിംഗ് ഉം. കഴിഞ്ഞു. ഇല്ലില്ല.